മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനുമായി മുനമ്പം ഭൂസംരക്ഷണ സമിതി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ പ്രത്യാശയുണ്ടെന്നും മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കമ്മീഷനെ അറിയിച്ചതായും കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രോസ് മുത്തൻവീട്ടിൽ പ്രതികരിച്ചു. ജനുവരി 4-ന് മുനമ്പം സന്ദർശിക്കുമെന്ന് കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും പ്രതികരിച്ചു. മുനമ്പം കടപ്പുറം അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് അത് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒന്നുകൂടിയൊക്കെ പറയുവാനും പിന്നെ ഈ ചർച്ച ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റൊക്കെ ഒന്ന് പറയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ശരിയായ രീതിയിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത്. ക്രിസ്മസിൻ്റെ തന്നെ വലിയ ചൈതന്യത്തോടെ തന്നെ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സംഭാഷണം വളരെ മനോഹരമായ വളരെ ശരിയായ ദിശയിലേക്കാണെന്നുള്ളത് വളരെ പ്രത്യാശയോടും ഗവൺമെൻറ്റിൻ്റെ ഈ നടപടിയും അതുപോലെ കമ്മീഷനിൽ 100% പ്രത്യാശ അർപ്പിക്കുകയാണ്. 4-ാം തീയതി മുനമ്പത്ത് പോയിരിക്കുകയാണ്. കാര്യം മുനമ്പത്ത് നിന്ന് ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് വരെ ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ അവിടെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പാരിഷ് ഹോളുണ്ട് പള്ളിയുടെ. പാരിഷ് ഹോളിൽ അവരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല എനിക്ക് മുനമ്പം പ്രദേശം ഒന്ന് കാണാമെന്ന് ഓർത്തു. ഇവരുടെയൊക്കെ താമസവും അവിടുത്തെ സ്ഥിതി ഒന്ന് നേരെ മനസ്സിലാക്കാമെന്ന് ഓർത്തു. അപ്പോൾ റവന്യൂ അതോറിറ്റീസ് എല്ലാം വരും. അവിടെ എന്നെ കാണാൻ അസംബ്ലി ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ള അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കും. ഒരു 10 ദിവസത്തിനകം എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ വെർഷൻ കിട്ടും. അത് കഴിഞ്ഞ് ഹിയറിംഗ് കളക്ട്രേറ്റിൽ വെക്കാനിരിക്കുകയാണ്. എല്ലാവരും കേൾക്കും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് ഫെബ്രുവരി കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഞാൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കും. വിവരങ്ങളുമായി എബി ഉണ്ട് നമ്മളോടൊപ്പം. എബി, മുനമ്പം നിവാസികൾക്ക് ഏറെ പ്രത്യാശയും ആശ്വാസവും നൽകുന്നൊരു കൂടിക്കാഴ്ച തന്നെയാണ് എന്ന് തന്നെ പറയാം അല്ലേ? മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ളതാണ് ഈ സമരസമിതിയുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് കോട്ടപ്പുറം രൂപതാ പ്രതിനിധികളാണ് ഇന്ന്. അത് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. അവരാണ് ഇന്ന് രാവിലെ 10:30 ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ, അതായത് ഈ മുനമ്പത്തെ സർക്കാർ നിയോഗിച്ച കമ്മീഷനെ നേരിട്ട് കണ്ട് തങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിച്ചത്. അതിൽ അവർ പ്രധാനമായും പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ള ആ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പം കമ്മീഷൻ ഉൾപ്പെടെ ഇതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ജനുവരി 4-ന് അവിടെ മുനമ്പത്ത് സന്ദർശനം നടത്തുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് കക്ഷി ചേർന്നിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ തങ്ങളുടെ കാര്യങ്ങൾ, തങ്ങളുടെ നിലപാടുകൾ കമ്മീഷനെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു സംഗതി മാത്രമാണ്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടവർ അവിടെ എത്തുന്ന ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചു, ഈ സന്ദർശനത്തിന് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട്, ക്രിസ്മസ് ആശംസ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മീഷനെ കാണാൻ എത്തിയത് എന്നുള്ളതായിരുന്നു ആദ്യം നടത്തിയ പ്രതികരണം. അതിനുശേഷം വിശദമായിട്ടുള്ള ഒരു ചർച്ച തന്നെ നടക്കുകയും ചെയ്തിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം, അതായത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രതികരണത്തിലാണ് ഇത്തരത്തിൽ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള തങ്ങളുടെ നിലപാട് തങ്ങൾ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കോട്ടപ്പുറം രൂപതാ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ തങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ കമ്മീഷൻ നിയോഗിച്ച ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മുനമ്പത്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നു. കാരണം ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിക്കുകയും തുടർന്ന് കമ്മീഷൻ വന്ന് അത് വീണ്ടും ഈ വിഷയം കൂടുതൽ വഷളാക്കുന്നതിനുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ള ഉറപ്പാണ് ഇതിലൂടെ ലഭിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ മുനമ്പം നിവാസികളുടെ ഭാഗത്തുനിന്ന്, സമരസമിതിയുടെ ഭാഗത്തുനിന്ന് പലവട്ടം ഉണ്ടാവുകയും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ, പന്തംകൊളുത്തി പ്രകടനം പോലുള്ള പ്രകടനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടക്കുന്നതും. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നിലയ്ക്കുള്ള പ്രതികരണം, അതായത് ഈ കമ്മീഷൻ നിയോഗിച്ചത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്, കമ്മീഷൻ തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ള നിലയിൽ സഭാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പും ഈ സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഈ ഏതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റുകൾ പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട്, അതായത് പലതരത്തിലുള്ള സഭകൾ ഇതുമായി ബന്ധപ്പെട്ട്, മതവിഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മതമേലധ്യക്ഷന്മാരുടെ തന്നെ കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം വരാപ്പുഴ ആർച്ച് ബിഷപ്പിനോട് ചോദിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശുദ്ധാപ്തി വിശ്വാസം തന്നെയാണ് അത് തങ്ങൾക്കുള്ളത്, അതിൽ ആശ്വാസകരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്
അന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഇന്നിപ്പോൾ കോട്ടപ്പുറം രൂപതാധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് രാമേന്ദ്രൻ നായരും ഈ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ തന്നെ നടത്തിയിരിക്കുന്നു. ജനുവരി 4 തീയതിയോടുകൂടി അവിടെ മുനമ്പത്ത് സന്ദർശനം നടത്തും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കക്ഷികൾ എല്ലാവരും തന്നെ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നിലപാട് അത് റിട്ടേണായി തന്നെ എഴുതി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഭിക്കാനുള്ളത് വഖഫ് ബോർഡിന്റെ നിലപാട് മാത്രമാണ്. അത് വളരെ വേഗം തന്നെ ലഭിക്കും എന്നാണ് കരുതുന്നത്. അതിനുശേഷം അവിടെ ഹിയറിംഗ് നടത്താനുള്ള നടപടികൾ ആരംഭിക്കും. ആ ഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾക്ക്, താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആശങ്കകൾ അറിയിക്കാൻ സാധിക്കും. എന്തായാലും 3 മാസം സമയമാണ് ഇപ്പോൾ ഈ കമ്മീഷന് സർക്കാർ ഈ കമ്മീഷൻ നിയോഗിക്കുന്ന സമയത്ത് നൽകിയിരുന്നത്. ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി ഈ 3 മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് കമ്മീഷന്റെ തീരുമാനം. കാളിദാസ്. ശരി.